ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീകൃഷ്ണചൈതന്യമഹാപ്രഭും ജാവട്ടാരപാദം പരമം പവിത്രം അഭേദചന്ദ്രം മമ സദ്ഗുരും ച സർവാൻ ഗുരൂൻ സന്തതമാനതോസ്മി. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജഗജരാകയാ ചക്ഷുരും മേനിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. സാവരം ജംഗമം വ്യാപ്തം യത്കിഞ്ചിത് തന്നചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ചൈതന്യ ശ്രദ്ധയാ ദത്തഭ്രാന്താ വേദാന്താത്മികജ്ഞാനനം ബിന്ദുമണ്ഡലപശ്ചിത്ത തസ്മൈ ശ്രീഗുരവേ നമഃ. ജ്ഞാനശക്തിസമാരൂഢാ തത്വാഭിലാഷവിഭൂഷിതേ മുക്തി ഭുക്തി പ്രദായ ച തസ്മൈ ശ്രീഗുരവേ നമഃ. അനേകജന്മസംസപ്തകർമ്മബന്ധവിമോചന ആത്മജ്ഞാനപ്രദായേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീകൃഷ്ണചൈതന്യമഹാപ്രഭും ജാവട്ടാരപാദം പരമം പവിത്രം അഭേദചന്ദ്രം മമ സദ്ഗുരും ച സർവാൻ ഗുരൂം സന്തതമാനതോസ്മി. ഇന്നത്തെ പ്രാധാന്യമെന്ന് പറയുന്നത് ഗുരു പൂർണിമയാണ്. എന്ന് വെച്ചാൽ ലോകഗുരുവായി നമ്മൾ വാഴ്ത്തുന്ന, നമ്മളെ അനുഗ്രഹിക്കുന്ന ശ്രീ വേദവ്യാസ മഹർഷിയുടെ ജന്മദിനമാണ് ഗുരുപൂർണിമ. ലോകത്തിലെ എല്ലാവരും ഗുരുവായിട്ട് അംഗീകരിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്മരണയ്ക്ക് മുന്നിൽ നമ്മൾ എല്ലാവരും അവരവരുടെ ഗുരുവിനെ വന്ദിക്കുന്ന ദിവസമാണ് ഗുരുപൂർണിമ. ഇതിൻ്റെ മഹത്വം പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതൊന്നാണ്. എന്തുകൊണ്ടാണ്? നമ്മളിലേക്ക് ഗുരുവിൻ്റെ കൃപ, ഗുരുവിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് വർഷിക്കുന്ന ഈ മഹത്തായ പുണ്യദിനത്തിൽ ഗുരുവിനെക്കുറിച്ച് സ്മരിക്കുക. അദ്ദേഹത്തെ നമ്മൾ എത്രത്തോളം നമ്മൾ അദ്ദേഹത്തിന് ശിഷ്യരായി മാറുന്നു എന്നുള്ളതിനൊരു പ്രഥമമായ ഒരു പ്രധാനപ്പെട്ട ഒരു നിമിഷമാണ് ഗുരുപൂർണിമയുടെ മഹത്വം. കാരണം അന്ന് പൗർണമി കൂടെയാണ്. അപ്പോൾ അമ്മയുടെ പൂർണ്ണമായ കൃപാകടാശം അതിൽ വരുന്നു. ദേവി നിറഞ്ഞ് ഗുരുവായിട്ട് നമ്മുടെ മുന്നിൽ പ്രകടമാകുന്നു. ദേവി എന്ന് പറയുമ്പോൾ എന്താണ്? വേദങ്ങളൊക്കെ ദേവതാ സ്വരൂപമാണ്. എല്ലാം ദേവിയാണ്, സരസ്വതിയാണ്, ശാരദയാണ്. അപ്പോൾ ആ അമ്മയുടെ പൂർണ്ണമായ അനുഗ്രഹം കിട്ടുവാനുള്ള ഒരു പ്രഥമ ദിനമാണ് ഗുരുപൂർണിമ. അപ്പോൾ ഈ പൂർണിമയിൽ നമ്മൾ ദൈവത്തെ ഗുരുവായിട്ട് കണ്ടു കഴിഞ്ഞാൽ ആ ഗുരുവിലൂടെ നമുക്ക് എന്താണ്? ഈശ്വരൻ്റെ സാന്നിധ്യം, ഈശ്വരൻ്റെ സാമീപ്യം, ഈശ്വരൻ്റെ സാരൂപ്യം നമുക്ക് വളരെ പെട്ടെന്ന് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഗുരുവിനെ നമ്മൾ ഭജിക്കുവാനുള്ള ഒരു പ്രഥമ ദിനമാണ് ഗുരുപൂർണിമ എന്നുള്ളത്. ഇത് ലോകം ഒട്ടുക്ക് എല്ലായിടത്തും ഗുരുവിനെ, പ്രകൃതി മുഴുവൻ നമുക്ക് ഗുരുവായിട്ട് മാറുന്നു. അങ്ങനെയുള്ളൊരു മഹത്തായ ദിനമാണ് ഗുരുപൂർണിമ. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഗുരുവിൻ്റെ ചരണങ്ങളിൽ നമ്മളെ അർപ്പിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. സർവം സമർപ്പയാമി, എല്ലാം നമ്മളൊന്നും മിച്ചമില്ലാണ്ട് എല്ലാം ആ ഗുരുചരണത്തിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മഹത്വം നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത ഒന്നാണ്. കാരണം എന്താണ്? ആത്മാനന്ദം, ബ്രഹ്മാനന്ദം, പരമാനന്ദം, ഇത് മൂന്നും കൂടെ ചേർന്നതാണ് ഗുരുവിൻ്റെ ആ ഒരു കൃപാദൃഷ്ടി. ആ ദൃഷ്ടി നമ്മളിലേക്ക് ലഭിക്കുവാനാണ് ഈ ജന്മസാഫല്യം. അപ്പോൾ നമ്മുടെയൊക്കെ ഈ ഭൂമിയിൽ മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞാൽ കിട്ടേണ്ടത് ഗുരുവിൻ്റെ അനുഗ്രഹമാണ്, ഗുരുവിൻ്റെ കൃപയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു നോട്ടം മാത്രം മതി നമ്മുടെ ജന്മം പൂർണ്ണമായി തീരാൻ. ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും.